യെസ്, ഇവിടെ തുടങ്ങാം. ഓക്കെ, വിളിച്ചോ. രമ്യ ചോദിച്ചോ. ആ അല്ല, നേരത്തെ അതേ പ്രശ്നം, കേൾക്കുന്നില്ല, എനിക്ക് കുറവാണ് കേൾക്കുന്നത് എല്ലാ ആഴ്ചയും. ആ യെസ്, കേൾക്കാം. ഈശ്വര, നന്നായി കേൾക്കാം. അമ്മ ഇത്ര വേണ്ട, ഇത്ര വേണ്ട, കുറച്ച് പറയാം. ഈശ്വര. ആ ഓക്കെ. ഈസ് യൂസ്ഡ് ഇൻ ദ എന്ത് ഇൻഡസ്ട്രി? കോപ്പർ ഇൻഡസ്ട്രി. കോപ്പർ ഇൻഡസ്ട്രി. ആ ആ ശരി ശരി, സമ്മതിച്ച്. സമ്മതിച്ച്. അടങ്ങ് അടങ്ങും അടങ്ങും അടങ്ങും. ശരി, ഓക്കെ. എന്തിലും യൂസ് ചെയ്യുന്നത്? എന്താണ് മനസ്സിലായില്ല. സോഫ്റ്റ് ആൻഡ് ഹാർഡ് വാട്ടർ. യെസ് യെസ് യെസ്. ഈശ്വര, ഇത് ഏതോ ചൈന ഭാഷയാണ്. ഓക്കെ, പറഞ്ഞോ. അപ്പോ ഓക്കെ. ഓക്കെ, യെസ്. ഏതാ കോമ്പൗണ്ട് പറഞ്ഞോ. Na2CO3 ആണോ? Na2CO3 Na2CO3.10S2 വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ ആവുമ്പോൾ ഏത് വരും? Na2CO3.10S2 യൂസ് ചെയ്യാം. ശരി. aqua solution of ബേസിക് ആണ്. നമ്മൾ പഠിക്കുന്ന സോൾട്ടുകളെല്ലാം ബേസിക് ആണ്. ഈ സിമ്പിൾ എക്സാമ്പിൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. വാഷിംഗ് സോഡയല്ലേ, വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം സോപ്പുകളാണ്, അല്ലെങ്കിൽ സോപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സോപ്പ് എല്ലാം ബേസിക് ആയിരിക്കും. അതുകൊണ്ടാണ് സോപ്പ് വായിൽ പോയാൽ വയറിളകുന്നത്. യെസ്, അല്ല, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ബേസിക് സോൾട്ടാണ്. ബേസിക് സോൾട്ടാണ്. ഓപ്പൺ എയർ. ഓപ്പൺ എയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇവാപറേറ്റ് ചെയ്യും. Na2CO3.10S2 അത് ഓപ്പൺ എയറിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹീറ്റ് ചെയ്താൽ അത് ആദ്യം Na2CO3 ആവും. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ പോവും. അതാണോ? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ പോവും, Na2CO3 ആയിട്ട് കൺവേർട്ട് ആവും. അത്രേ ഉള്ളൂ. ഹീറ്റ് ചെയ്യുമ്പോഴല്ലേ പോവാം. പിന്നെന്ത് കൊടുക്കാം? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇതിന് പ്രത്യേകിച്ച് വ്യത്യാസം വരില്ലല്ലോ. കോമ്പൗണ്ടിൽ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, എന്താ എഴുതി മോളെന്താ എഴുതി? അല്ല, അതൊക്കെ. ഇത് ഇവിടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ, ഓക്സിജന്റെ പ്രസൻസ് അല്ലേ. ഓപ്പൺ എയറിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജൻ ആണ് റിയാക്ട് ചെയ്തത്. ഓക്സിജനുമായിട്ട് ഈ സാധനം റിയാക്ട് ചെയ്യില്ലല്ലോ. ഹീറ്റ് ചെയ്താൽ പിന്നെയും എന്തെങ്കിലും പറയാം. നോക്കാം. ഓക്കെ, ഹീറ്റ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ പോവാൻ മാത്രം, അത് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ കളർ ഒന്ന് കിട്ടാവോ സാർ? ഒന്ന് മെറ്റ് ചെയ്യുമോ? അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ പോവും. റൂം ടെമ്പറേച്ചർ 24°C വരെ അത് എന്ത് ചെയ്യും? ഇവാപറേഷൻ നടക്കും. അത്രേ ഉള്ളൂ. എന്താ? സോപ്പ് എടുക്കണ്ട. അല്ലല്ല, ഇല്ലല്ല. അപ്പക്കാരം അല്ല, അലക്കുകാരം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും.
അത് കുറച്ച് എന്താ പറയാ പൊടി പോലെ ഇരിക്കുന്ന സാധനമാണ്. പണ്ട് കാലത്ത് അലക്കുക ബ്ലീച്ചിങ് പൗഡർ അല്ല. ബ്ലീച്ചിങ് പൗഡറിന്റെ ഇക്വേഷൻ എന്താ വേറെ അല്ലേ? CaO2 അല്ലേ? ബേക്കിംഗ് പൗഡർ എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ ഇതില്ലല്ലോ, രണ്ടും കോമ്പൗണ്ട് വ്യത്യാസമല്ലേ? അത് NaHCO3 അല്ലേ? ബൈകാർബണേറ്റ് അല്ലേ? ഓക്കെ, സെറ്റായി. പറഞ്ഞോ. ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. റൈറ്റ് ദ നമ്മളിപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്ന നമ്മൾ തന്നത് റീക്രിസ്റ്റലൈസേഷൻ, അതേ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഡൺ, സെറ്റ്, ഓക്കെടാ. ആടുന്നു. ഓക്കെ, സന്തോഷം കൊണ്ട് ആടുന്നു. ഓക്കെ, യെസ്, പറയടാ അടുത്ത ആള്. അഭിനവേ പറയടാ. അയ്യോ കേൾക്കുന്നില്ല. ഓക്കെ എടാ, ഒന്ന് സെറ്റ് ആക്കൂട്ടോ, ഞാൻ അടുത്ത ആളിലേക്ക് പോയിട്ട് വരാവേ. കുഴപ്പമില്ല. പറഞ്ഞോ. പതുക്കെ നിർത്തി പറയണേ. പറഞ്ഞോ. ആടാ കുഴപ്പമില്ല, എന്നാലും പറഞ്ഞോ. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചോ? അത് മാത്രം മതി. അതായത് റസ്റ്റിന്റെ മാത്രമല്ലേ പറയുന്നുള്ളൂ, മറ്റേത് വേർഡ് ഡിഗ്രീസ് ഉണ്ടാവുന്നതൊന്നും ഇക്വേഷൻ ആയിട്ട് തരുന്നില്ലല്ലോ. അപ്പോൾ റസ്റ്റിന്റെ ഫോർമേഷൻ പഠിച്ചു വെച്ചോ. Fe2O3.NH2 അല്ല 5H2 അത്ര വരുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, അത് മാത്രം പഠിച്ചു വെച്ചോ. ഓക്കെ. ഡ്രൈ HCl നമ്മൾ ഈ പറയുന്ന കാൽസ്യം ക്ലോറൈഡിലൂടെ കടത്തി വിടുന്നത് കൊണ്ടാണ് ഡ്രൈ HCl ഉണ്ടാവുന്നത്. നമ്മൾ അവിടെ ഡ്രൈ HCl ഉണ്ടാക്കിയത് HCl മോയിസ്റ്റ് കണ്ടീഷനിൽ മാത്രമേ ആസിഡിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മോയിസ്റ്റ് കണ്ടീഷൻ, അക്വസ് കണ്ടീഷൻ, വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഡ്രൈയിങ് ട്യൂബിലൂടെ കടത്തി വിടുന്ന ഡ്രൈ HCl ഡികമ്പോസ് ചെയ്യില്ല. H+ഉം Cl- ആയിട്ട് ഡികമ്പോസ് ചെയ്യില്ല. HCl അക്വസ് ആണെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഡികമ്പോസ് ചെയ്യുള്ളൂ. അതായത് അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. അതെ, ലിറ്റ്മസ് പേപ്പർ ബ്ലൂവിനെ റെഡ് ആക്കണമെങ്കിൽ അത് ഏത് കണ്ടീഷൻ ആയിരിക്കണം? അക്വസ് കണ്ടീഷനിലായിരിക്കണം. ഈ കേസിൽ മാത്രമേ കളർ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റും. ഓക്കെടാ, യെസ്, അടുത്താണ് കൃഷ്ണപ്രിയ ചോദിച്ചു. പറഞ്ഞു. When hydrogen sulfate gas is passed through a blue solution of copper sulfate. ഹൈഡ്രജൻ സൾഫേറ്റ് ഗ്യാസ് അങ്ങനെയാണോ തന്നിരിക്കുന്നത്? Hydrogen sulfate gas is passed through a blue solution of copper sulfate. A black precipitate of copper sulfate is obtained. Black precipitate of copper sulfate is obtained. അല്ല, കോപ്പർ സൾഫേറ്റ് റിയാക്ട് ചെയ്യുന്നു ഹൈഡ്രജൻ സൾഫേറ്റും ആയിട്ട്, അപ്പൊ പിന്നെ വീണ്ടും ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഓഫ് കോപ്പർ സൾഫേറ്റ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് and the sulfuric acid so formed remains in the solution. The reaction is an example of a എന്താണെന്ന് ചോദിച്ചിട്ട് അതിൽ നമുക്ക് മെറ്റീരിയൽ ആൻസർ തന്നിരിക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഇത് ഈ H2SO4 ആവില്ല, ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അതാണ് അടുത്ത കാര്യം, അതാണ് വ്യത്യാസം. ആ ക്വസ്റ്റ്യനിലെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഹൈഡ്രജൻ, ഒരു മിനിറ്റ്, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഞാൻ ഹൈഡ്രജൻ, ഓക്കെ, ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും വീണ്ടും ഹൈഡ്രജൻ. ഇതായിരിക്കാൻ വേണമെങ്കിൽ കവി ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു മെറ്റൽ അല്ല, സ്റ്റിൽ അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. ഡിസ്പ്ലേസ് ചെയ്താൽ എന്ത് തന്നെ ഉണ്ടാവുക, ഈ ഹൈഡ്രജന് പകരം അതായത് കോപ്പർ ഇവിടെയും വരും, ഹൈഡ്രജൻ ഇവിടെയും വരും, കോമ്പൗണ്ട് സെയിം.
അപ്പം മോള് പറഞ്ഞ കണ്ടീഷൻ കറക്റ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എവിടെ ഉണ്ടായി? സൊല്യൂഷൻ ഉണ്ടായി. ഓക്കെ, ഹൈഡ്രജൻ സൾഫേറ്റ് എവിടെ ഉണ്ടായി? അതായത് സൾഫ്യൂരിക് ആസിഡ് എവിടെ ഉണ്ടായി? ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഏതിന്റെ? ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായത് ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡ് എന്തെങ്കിലും അബ്സോർബ് ചെയ്തിട്ട് അത് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കിയതായിരിക്കാം. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് എത്താൻ അതിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ശരി. ശ്രീഹരി ചോദിച്ചോടാ. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ ഒന്ന് തരാമോ? ഇല്ല, എന്താ പറയാ, ക്ലാസ് അല്ല, എനിക്ക് കാണിച്ചു തന്നാലും മതി, സ്ലൈഡിൽ കാണിച്ചു തന്നാലും മതി. താഴെ പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടേബിളിൻ്റെ ക്വസ്റ്റ്യൻ. യെസ്, ടേബിൾ യെസ്. ഓക്കെ, മതി, അത് മതി. ഓക്കെ മോനെ, ഡി എന്ന് പറയുന്ന ആള് ആരുമായും റിയാക്ട് ചെയ്യുന്നില്ല, അപ്പൊ അത് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ആള് ആരുമായി റിയാക്ട് ചെയ്യുന്നുണ്ട്? എന്താ പറയാ, കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബി എന്ന് പറയുന്ന ആള് അയേണിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. തന്നിരിക്കുന്ന സൊല്യൂഷൻസ് ഏതൊക്കെയാ? അയേൺ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, പിന്നെ അതുപോലെ സിൽവർ നൈട്രേറ്റ്. ഓക്കെ, ഇതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത് സിൽവർ ആണ്, സോറി സിങ്ക് ആണ്. സിൽവർ അല്ല, സിങ്ക് ആണ്. സിങ്കുമായിട്ട് സിങ്കിന്റെ ടേബിൾ എടുത്ത് നോക്കിയാൽ സിങ്കിൽ ആരും റിയാക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അയേൺ ആണ്. അയേണുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരാണ്? അയേണുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അയേണിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് ബി ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് അയണിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആളാണ്. അപ്പൊ അയാളാണ് ഏറ്റവും റിയാക്റ്റീവ്. അപ്പൊ ബിയും ഡിയും ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി എനിക്കുള്ളത് എയും സിയുമാണ്. എയും സിയുമാണ് കമ്പയർ ആയിട്ട്. എ എന്ന് പറയുന്ന ആള് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. എ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. സി ആരെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണ്, സി എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് അല്ല. ശരിയല്ലേ? അപ്പൊ ഇതിൽ ആർക്കാ റിയാക്ടിവിറ്റി കൂടുതൽ? എക്ക് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റി അടുത്തത് ആർക്കാ? എ, ദെൻ സി. ക്ലിയർ? അഡ്വാൻറ്റേജസ് ഓഫ് ഡിറ്റർജൻസ്. ഓക്കെ, അതായത് സോപ്പ് വർക്ക് ആവാത്ത കണ്ടീഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിറ്റർജൻസ് യൂസ് ചെയ്യാം. അത് തന്നെയാണ് അതിന്റെ യൂസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെന്ത് യൂസ് കൊടുക്കാം? വാഷിംഗ് പർപ്പസസിൽ യൂസ് ചെയ്യാം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, എന്താ പറയുക, ഹാർഡ് വാട്ടർ ഉള്ള കേസസിൽ, ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഡിറ്റർജൻസ് യൂസ് ചെയ്യാം, അതൊരു യൂസ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഡിറ്റർജൻസ് മോർ എഫക്റ്റീവ് ഇൻ റിമൂവിങ് ഡർട്ട് എന്നും ഒക്കെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ അല്ലോ, ശരി. ആരുഷി ചോദിച്ചു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? ഹ്യൂമിഡ് ഡേ. ഓക്കെ, എന്താ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ? ഓക്കെ, സാധാരണ കാൽഷ്യം ക്ലോറൈഡിലൂടെയാണ് കടത്തിവിടാറ്. ദെൻ is to remove water, humidity remove ചെയ്യാൻ. മോയിസ്റ്റൻ എന്താ ഓപ്ഷൻ? എന്താ മോയിസ്റ്റൻ? അബ്സോർബ് മോയിസ്ചർ ഫ്രം ദ ഗ്യാസ്. നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. അബ്സോർബ് മോയിസ്ചർ ഫ്രം ദ ഗ്യാസ്. മോയിസ്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ.